അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 5-ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തിൽ 2-ാമത്തെ പ്രവർത്തനം നസിൽ യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1. മനസ്സ് കൊണ്ടുള്ള റിദ്ദത്ത്. ശരിയുത്തരം സി. മദ്യപാനം ഹലാലാകാൻ കൊതിക്കുക. 2. വാക്കുകൊണ്ടുള്ള റിദ്ദത്ത്. ശരിയുത്തരം എ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക. 3. പ്രവൃത്തിക്കൊണ്ടുള്ള റിദ്ദത്ത്. ശരിയുത്തരം ബി. ഖുർആനിനെ മലിനമാക്കുക. തദ്രീബാത്തിൽ 3-ാമത്തെ പ്രവർത്തനം നുജീബ്. 1. റിദ്ദത്ത് എന്നാൽ എന്ത്? ഉത്തരം: മുസ്ലിമും മുക്കല്ലഫുമായ ഒരാൾ വിശ്വാസപരമായോ പരിഹാസപരമായോ വാശിയാലോ പ്രവൃത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നിയ്യത്ത് കൊണ്ടോ ഇസ്ലാമിനെ മുറിക്കുന്നതിനെയാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. 2. റിദ്ദത്ത് എത്ര ഇനമുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം: റിദ്ദത്ത് 3 ഇനമുണ്ട്. 1 വാക്കുകൊണ്ടുള്ള റിദ്ദത്ത്, 2 പ്രവൃത്തിക്കൊണ്ടുള്ള റിദ്ദത്ത്, 3 മനസ്സുകൊണ്ടുള്ള റിദ്ദത്ത്. 3. വാക്കുകൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക. 4. മനസ്സുകൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. 5. പ്രവൃത്തിക്കൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക. 6. മുർത്തദിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഉത്തരം: മുർത്തദിന് ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. 7. ഇബ്നു സഖ മുർത്തദായി പോകാൻ കാരണമെന്ത്? ഉത്തരം: ഇബ്നു സഖ പ്രശസ്തനായ രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവിന്റെ മകളെ കണ്ടപ്പോൾ പ്രണയം തോന്നുകയും വിവാഹം ചെയ്യാൻ വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്തുമതം സ്വീകരിക്കുകയും അങ്ങനെ മുർത്തദായി മാറുകയും ചെയ്തു. 8. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനാകാൻ എന്താണ് കാരണം? ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ ആ മഹാൻ ആശീർവദിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പുലരുകയും അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവായി മാറുകയും ചെയ്തു. അൽ ഔസുൽ അഅ്ലം എന്ന പേരിൽ പ്രസിദ്ധനായി മാറി. ബാക്കിയുള്ള വർക്കുകൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.